കനാട്ടക് എന്ന് പറയുന്ന കാട്ടിൽ ഒരു ശക്തിശാലിയായ ഷേറുണ്ടായിരുന്നു. ഷേർ ആ കാട്ടിലെ രാജാവായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും അവനെ പേടിയായിരുന്നു. പക്ഷെ ഷേർ സിംഗ് അങ്ങനെ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കത്തില്ല. അവൻ എപ്പോഴും കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും സഹായിക്കുമായിരുന്നു. ഒരു ദിവസം കാട്ടിലോട്ട് അവൻ പോവുകയായിരുന്നു. അപ്പൊ അവൻ കാണുമ്പോ വിശന്നിരുന്ന ഒരു പുലി ബാബയെ ആക്രമിക്കാൻ പോവുകയായിരുന്നു. ഇത് ഷേർ സിംഗ് കാണുകയും ചെയ്യും. എന്നിട്ട് ബാബയെ രക്ഷപ്പെടുത്താൻ വരും. അവിടെ നിൽക്ക്. നോക്കൂ സിംഹരാജൻ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്റെ വഴിയിൽ നിന്ന് മാറ്. നോക്കൂ ബഗീര, ഇത് മഹർഷിയാണ്. ഇദ്ദേഹത്തെ കൊല്ലുന്നത് പാപമാണ്. മഹർഷിയുടെ ദേഹത്ത് നിനക്ക് സ്പർശിക്കണമെങ്കിൽ എന്റെ ജീവൻ എടുക്കേണ്ടി വരും. ഷേർ സിംഗ് ബാബയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബാബ ഇതെല്ലാം കാണുകയായിരുന്നു. ഷേർ സിംഗിന്റെ ഭീഷണി കാരണം പുലി അവിടുന്ന് തിരിച്ചുപോയി. ഷേർ സിംഗ് ബാബയോട് പറയും, പ്രണാമം മഹർഷി, ആയുഷ്മാൻ ഭവ. മഹർഷി, ഇത്ര ഭീകരമായ കാട്ടിൽ അങ്ങേക്ക് പേടിയാവുന്നില്ലേ? ഞാനൊരു സന്യാസിയാണ്, എനിക്കെന്തിനാ പേടിക്കേണ്ടത്? മഹർഷി, ഇവിടെ കാട്ടിലെ എല്ലാ മൃഗങ്ങളുമുണ്ട്. അവയെല്ലാം അങ്ങേക്ക് ദോഷകരമായി ബാധിക്കും. അങ്ങയെ എപ്പോഴും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. സിംഹരാജൻ, നീ നല്ലൊരു സിംഹമാണ്. നാം നിന്നിൽ സന്തുഷ്ടനായി. അതുകൊണ്ട് നാം നിനക്കൊരു വരം നൽകുകയാണ്. വരമോ? എന്തു വരമാണ് മഹർഷി? നീ നല്ലൊരു സിംഹമാണ്. ആഗ്രഹം സഫലീകരിക്കുന്ന സിംഹമായി മാറാനുള്ള വരം നിനക്ക് നൽകുകയാണ്. ഈ വരത്തിന്റെ പ്രയോജനം എന്താണ് മഹർഷി? ഈ വരമനുസരിച്ച് നിനക്കെപ്പോൾ വേണമെങ്കിലും രൂപം മാറാനും അതുവഴി മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കും. അങ്ങയുടെ അനുഗ്രഹം പോലെ മഹർഷി. ഓം ഹീം ക്ലീം ചാമുണ്ടായ നമഃ. ഓം ഹീം ക്ലീം ചാമുണ്ടായ നമഃ. ബാബ മന്ത്രം വായിച്ച് ഷേർ സിംഗിന് ഇഷ്ടമുള്ള രൂപം ധരിക്കാനുള്ള ശക്തി കൊടുക്കും. ഷേർ സിംഗിന് ഇഷ്ടമുള്ള മൃഗത്തിന്റെ രൂപം ധരിക്കാൻ പറ്റുമിനി. എനിക്കിപ്പോൾ ആരുടെ രൂപത്തിലേക്ക് മാറാൻ കഴിയുമോ മഹർഷി? അതേ മകനെ, ഈ വരം കൊണ്ട് എനിക്ക് വിക്രമരാജാവാകാൻ ആഗ്രഹമുണ്ട്. രാജാവാവണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ആ നിമിഷം തന്നെ ഷേർ സിംഗ് വിക്രം രാജാവായി മാറി. ഹായ്, ഞാൻ മനുഷ്യനായി മാറി. ഞാനൊരു യമരാജനാവാൻ ആഗ്രഹിക്കുന്നു. യമരാജാവണം എന്ന് ആഗ്രഹിച്ച ഷേർ സിംഗ് അപ്പൊ തന്നെ യമരാജായി. ഇത് വളരെ രസമായിട്ടുണ്ട്. ഞാനിനി വീണ്ടും സിംഹമായി മാറാൻ ആഗ്രഹിക്കുന്നു. മഹർഷി, ഞാൻ ഈ വരം കൊണ്ട് അടിച്ചു പൊളിക്കും. സന്തോഷിക്കുന്നൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും ഈ വരം തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ലെന്ന് ഞാൻ അങ്ങേക്ക് വാക്ക് നൽകുന്നു മഹർഷി. അങ്ങനെയാകട്ടെ. രൂപം മാറ്റാനുള്ള ശക്തി കിട്ടിയപ്പോഴേക്കും ഷേർ സിംഗ് കാട്ടിൽ വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴേക്കും ഒരു പൂച്ച എലിയെ കൊല്ലാൻ പോകുന്നത് കാണും. ഇത് കണ്ട് ഷേർ സിംഗ് ആലോചിക്കും, ഞാൻ സിംഹമാണ്. ഒരു സിംഹമായിരുന്നിട്ട് പൂച്ചയെ പേടിപ്പിച്ചില്ലെങ്കിൽ ശരിയല്ല. ആ എലിയെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് ആ പൂച്ചയെ പേടിപ്പിച്ചേ മതിയാകൂ. ഇത് പറഞ്ഞിട്ട് ഷേർ സിംഗ് അപ്പൊ തന്നെ പട്ടിയായി മാറി. എന്റെ ദൈവമേ, ഈ നായ ഇത് എവിടുന്നാ വന്നത്? വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. പട്ടിയെ കാണുമ്പോ ആ പൂച്ച അവിടുന്ന് ഓടിപ്പോകും. നായ സഹോദര, എന്റെ ജീവൻ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എലി ഓടിപ്പോയി കഴിയുമ്പോഴത്തേക്കും ഷേർ സിംഗ് പഴയ രൂപത്തിലോട്ട് മാറും. തുടക്കത്തിലൊക്കെ ഷേർ സിംഗ് ഈ ഒരു ശക്തി നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഒരു ദിവസം അവന്റെ ബുദ്ധി ഭ്രഷ്ടമായി പോയി. എന്റെ പക്കൽ ഇത്രയും വലിയ വരം ഇരിക്കുകയല്ലേ. ഞാൻ ഈ വരം ഇന്ന് വരെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തവണ ഞാൻ ഈ വരം എനിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കും. ഒരു ദിവസം ഷേർ സിംഗ് പോവുകയായിരുന്നു. അവിടെ അവൻ ഒരു പുലി മാനിനെ തിന്നണതായിട്ട് കാണും. അത് കണ്ട് ഷേർ സിംഗ് ആലോചിക്കും, ഈ കടുവ മാനിനെ എത്ര രസത്തോടെയാണ് കഴിക്കാൻ നോക്കുന്നത്. പക്ഷെ ഈ മാനിനെ ഞാൻ കഴിക്കും. അവന്റെ ശക്തി ഉപയോഗിച്ച് അവൻ വലിയൊരു പുലിയായി മാറും. വലിയ പുലിനെ കാണുമ്പോ ആ പുലി പേടിച്ചു പോവും. നിങ്ങൾ ആരാണ്? ഞാൻ കടുവകളുടെ രാജാവാണ്. നീ എനിക്ക് ഈ മാനിനെ ഭക്ഷിക്കാൻ തരില്ലേ? അങ്ങയുടെ ഈ ദർശനത്തോടെ എനിക്ക് സംതൃപ്തിയായി പ്രഭു. ഈ ഇര അങ്ങേക്കുള്ളതാണ്. പുലി അതിനെ വെറുതെ വിട്ട് അവിടെ നിന്ന് പോകും. മറ്റുള്ളവർ വേട്ടയാടി പിടിച്ച ഇരയെ തിന്നുന്നത് വളരെ രസമാണ്. ആ പുലി വേട്ട ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം ഷേർ സിംഗ് പറ്റിച്ച് തിന്നു. ഷേർ സിംഗ് കഷ്ടപ്പെടാതെ തന്നെ മറ്റു മൃഗങ്ങൾ വേട്ടയാടിക്കൊണ്ടെന്ന ഭക്ഷണം ഒരു എളുപ്പമില്ലാതെ കഴിക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ ഷേർ സിംഗിന്റെ മനസ്സിൽ ആക്രാന്തം കൂടി. ഒരു ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യം വരെ ചിന്തിച്ചു. മറ്റുള്ളവർ വേട്ടയാടി പിടിക്കുന്ന ഇരയെ കഴിക്കുന്നത് ഇപ്പോൾ എന്നും തുടരുന്നുണ്ടല്ലോ. ഇനി പുതിയ എന്തെങ്കിലും ചെയ്തു നോക്കാം. ഒരു ദിവസം ഷേർ സിംഗ് പെൺമാനെ കാണുമ്പോ അവളുടെ ഭർത്താവിന്റെ രൂപം ധരിച്ചു നിൽക്കും. നിങ്ങൾ വന്നോന്നേ? അതേന്നേ, ഞാൻ വന്നു.
ഷേർ സിംഗ് അവളുടെ ഭർത്താവിന്റെ രൂപം ധരിച്ച് അവളെ സ്നേഹിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഷേർ സിംഗ് അവളോട് പറയും, പെൺമാനെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാം. ഇത് പറഞ്ഞ് അവിടുന്ന് പോയി ശരിക്കുള്ള രൂപത്തിലോട്ട് വരും. വാഹ്, ഈ വരം അടിപൊളിയാണല്ലോ. ഇനി ഞാൻ എല്ലാ ജീവികളുടെയും രൂപത്തിലേക്ക് മാറി പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ആരും അറിയാൻ പോകുന്നില്ല. ഷേർ സിംഗ് ഈ ഒരു കളി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പെൺപുലി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഷേർ സിംഗ് അവളുടെ ഭർത്താവിന്റെ രൂപം ധരിച്ച് അവളുടെ അടുത്തെത്തും. ചീറ്റേ, നീ എത്ര സുന്ദരിയാണ്. ഐ ലവ് യു. കുറച്ചുനേരം സ്നേഹിച്ചു കഴിയുമ്പോൾ ഭർത്താവിന്റെ രൂപം ധരിച്ച ഷേർ പറയും, ഡാർലിംഗ്, ഞാൻ നിനക്ക് വേണ്ടി ഒരു മാനിനെ വേട്ടയാടി കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ അതിനെ കൊണ്ടുവരാം. കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ ഷേർ സിംഗ് ശരിക്കുള്ള രൂപത്തിൽ വന്ന് പോവും. കുറച്ചു നേരം കഴിഞ്ഞ് പെൺപുലിയുടെ അടുത്ത് ശരിക്കുള്ള ഭർത്താവ് വരും. നിങ്ങൾ എനിക്ക് വേണ്ടി ആഹാരം കൊണ്ടുവന്നില്ല? ഡാർലിംഗ്, 2 ദിവസത്തോളമായി ഞാൻ എന്തിനെങ്കിലും വേട്ടയാടി പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു ജീവിയെയും കിട്ടുന്നില്ല. കുറച്ചു മുമ്പല്ലേ നിങ്ങൾ എന്നെ വന്ന് സ്നേഹിച്ചിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഒരു മാനെ വേട്ടയാടി വെച്ചേക്കുവാന്ന്? ഇല്ല, ഞാൻ 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ടേയില്ലല്ലോ. അപ്പോ അതാരായിരുന്നു നിങ്ങളുടെ രൂപത്തിൽ വന്ന് എന്നെ സ്നേഹിച്ചിട്ട് പോയാള്? കാട്ടിൽ എല്ലാവരും ഈ കാര്യം അറിയും. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഷേർ സിംഗിന്റെ അടുത്ത് ഈ പരാതിയും കൊണ്ടുവരും. മഹാരാജൻ, നമ്മുടെ ഈ കാട്ടിലൊരു വഞ്ചകനുണ്ട്. അവൻ എന്റെ രൂപത്തിലേക്ക് മാറി എന്റെ ഭാര്യയുടെ മുമ്പിൽ ചെന്ന് സംസാരിക്കുകയും ചെയ്തു. അതെന്റെ രൂപത്തിലേക്ക് മാറി എന്റെ ഭാര്യയുടെ മുമ്പിലേക്ക് വന്നിരുന്നു മഹാരാജൻ. എന്റെ ഭാര്യയുടെ മുമ്പിലേക്കും. എല്ലാവരുടെ പരാതി കേട്ട് ഷേർ സിംഗ് മനസ്സിൽ ചിരിക്കാൻ തുടങ്ങി. എടാ മരമണ്ടന്മാരെ, നിങ്ങൾ ഈ പറയുന്ന ആള് ഞാനാടാ. പക്ഷെ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാവരുടെ പരാതി കേട്ട് ഷേർ സിംഗ് പറയും, എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. എന്തായാലും അവനെ കണ്ടുപിടിച്ചിരിക്കും. എന്നിൽ വിശ്വാസം അർപ്പിച്ച് എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോവുക. ഷേർ സിംഗിനെ വിശ്വസിച്ച് എല്ലാ മൃഗങ്ങളും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും. അടുത്ത ദിവസം ഷേർ സിംഗിന്റെ മനസ്സിലൊരു കാര്യം വരും. ചെറുപ്പകാലം തൊട്ട് ഞാൻ ആഗ്രഹം സബലീകരിക്കുന്ന നാഗറാണിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്ക് നാഗരാജാവായി നാഗറാണിയെ പറ്റിച്ചുകൂടാ? ഷേർ സിംഗ് ഒരു നാഗമായി മാറിയിട്ട് അതിനെ സ്നേഹിക്കാൻ പോകും. ഷേർ സിംഗ് അപ്പോഴേക്കും നാഗത്തിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പറക്കുന്ന ഒരു കഴുകൻ ഈ ഒരു കാഴ്ച കാണും. കഴുകൻ പറന്നു വന്ന് അവന്റെ ചുണ്ടുകൊണ്ട് അതിനെ പിടിച്ച് ഒറ്റ പറക്കൽ പറക്കും. വരുന്തേ, ഞാൻ ഈ കാട്ടിലെ സിംഹരാജനാണ്, എന്നെ താഴെ ഇറക്ക്. കഴുകൻ ഷേർ സിംഗ് പറഞ്ഞ കാര്യം കേട്ട് അതിനെ താഴത്തോട്ട് കൊണ്ടുപോകും. നാഗമായി മാറിയ ഷേർ സിംഗ് എന്നിട്ട് പറയും, ഹേയ് വരമേ, എന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റൂ. ഇത് പറഞ്ഞിട്ടും ഷേർ സിംഗിന് സ്വന്തം രൂപത്തിലേക്ക് മാറാൻ പറ്റുന്നില്ല. എനിക്കിതെന്താണ് പറ്റിയത്? എന്തുകൊണ്ട് എനിക്ക് സ്വന്തം രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല? ഇത് കണ്ട് എല്ലാ പ്രാണികളും അവിടെ എത്തും. എല്ലാ പ്രാണികളെയും കണ്ടു കഴിയുമ്പോൾ കഴുകന്റെ രൂപത്തിൽ വന്ന ബാബ പ്രത്യക്ഷപ്പെടും. കഴുകൻ ബാബയായി മാറിയപ്പോൾ ഷേർ സിംഗ് പറയും, മഹർഷേ, ഞാൻ സിംഹരാജനാണ്. അങ്ങല്ലേ എനിക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറാനുള്ള വരം തന്നത്. പക്ഷെ നോക്കൂ, എനിക്ക് സ്വന്തം രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല. ദയവായി അങ്ങ് എന്നെ സ്വന്തം രൂപത്തിലേക്ക് മാറ്റില്ലേ? ഇല്ല സിംഹരാജൻ, ഇനി നിനക്ക് സിംഹരൂപത്തിലേക്ക് മാറാൻ കഴിയില്ല. അതെന്തുകൊണ്ടാ മഹർഷേ? കാരണം നീ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഈ വരദാനം മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന്. പക്ഷേ നീ അത് ചെയ്തു. അതുകൊണ്ട് നിനക്ക് പഴയ രൂപത്തിലേക്ക് മാറാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ മഹർഷേ. വേണ്ട മഹർഷേ, അവൻ ഒരിക്കലും മാപ്പ് കൊടുക്കരുത്. സംരക്ഷിക്കേണ്ടവൻ കൊലകാരനാകുമ്പോൾ അവൻ ഒരിക്കലും മാപ്പ് കൊടുത്തുകൂടാ. ഓം ഹിം ക്ലിം ചാമുണ്ടായ നമഃ. ഓം ഹിം ക്ലിം ചാമുണ്ടായ നമഃ. അങ്ങനെ ബാബ കഴുകനായി മാറി അവനെ നല്ല രീതിയിൽ ഉപദ്രവിച്ച് കൊല്ലും. ബാബ അപ്പോഴേക്കും സ്വയം രൂപത്തിൽ വന്ന് പറയും, നോക്കൂ കാട്ടുവാസികളെ, മോശമായ കർമ്മത്തിന്റെ ഫലം വളരെ മോശമായിരിക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. അങ്ങനെ ബാബ ഷേർ സിംഗിന്റെ മകൻ ശംഷേർ സിംഗിനെ അവിടുത്തെ രാജാവായി മാറ്റി. അങ്ങനെ ശംഷേർ സിംഗ് എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്ത് ആ കാട്ടിൽ ജീവിച്ചു. ഇപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.